നമ്മുടെ ഇനോഗ്രേഷൻ പതിറ്റാണ്ടുകൾ 7 പതിറ്റാണ്ട് നീണ്ട നമ്മൾ 75-ാം വാർഷികം ആഘോഷിച്ചതിന് ശേഷം 77 വർഷമായി നമ്മളുടെ യാത്ര എന്നെത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് എം.എ. സലാം ആമുഖമായി പറഞ്ഞു. ബഹുമാനായ തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ ഈ ചരിത്രം അഭിമാനപൂർവ്വം അനുസ്മരിക്കാവുന്ന ചരിത്രത്തെക്കുറിച്ച് ഇവിടെ പറയും. ലോകത്തോട് മുഴുവൻ വിളിച്ചോതാൻ അങ്ങേയറ്റം വാനോളം വലിയ അഭിമാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉണ്ട്. അത് ലോകത്തോട് പറയാൻ വേണ്ടിയാണ് ഈ പരിപാടി മുഴുവൻ ഇന്നിവിടെ മീഡിയ കവർ ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കിയ നേട്ടം നമുക്കൊക്കെ അറിയാം, പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നാട്ടിലത് കണ്ണുകൊണ്ട് കാണാം. ആ മാറ്റമാണ് രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്ര വലിയ മാറ്റമാണ്. എന്തായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ പിതാമഹന്മാരുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്? ചൂഷണത്തിൻ്റെ ആ നാളുകൾ. ചൂഷണത്തിൻ്റെ ആ നാളുകൾ കഴിഞ്ഞ് പിന്നെയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ അവഗണനയുടെ നാളുകളാണ് എന്ന് വന്നപ്പോഴാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും മൺമറിഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ സമശീർഷരും ചേർന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രൂപം കൊടുക്കുന്നത്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പിന്നെ ഈ ചരിത്രം സൃഷ്ടിച്ചത്. അതിൻ്റെ നാമം അന്വർത്ഥമാക്കുന്നത് അതിൻ്റെ മതബോധമാണ്. ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ജീവിച്ചാൽ അത് ബഹുസ്വര സമൂഹത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. യഥാർത്ഥ മതം വർഗീയമല്ല, വിഭാഗീയമല്ല, തീവ്രവാദമല്ല, ഒന്നുമല്ല. അതാണ് നമ്മുടെ ഐഡിയോളജി. ആ ഐഡിയോളജിയോളം പോകുന്ന ഒരു ഐഡിയോളജി പിന്നീടൊരിക്കലും ഇവിടെ ആർക്കും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതേ പ്രൗഢിയോടെ നിൽക്കുന്നത്. തീവ്രവാദം മുഖ്യ അജണ്ടയായി പല സംഘടനകളും വന്നു, വർഗീയത അജണ്ടമായി പല സംഘടനകളും വന്നു. പക്ഷേ വന്നു പോയി, അത്ര തന്നെ, കാണാനില്ല. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും തലയുയർത്തി നിൽക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറയും, ഞാനതുകൊണ്ട് തന്നെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പതിറ്റാണ്ട് നമ്മൾ രാജാജി ഹാളിൽ വെച്ച് പ്രതിജ്ഞ പുതുക്കി. ഇന്ന് ഇന്ത്യയിൽ അതിൻ്റെ ഖായിദെ മില്ലത്തിന് സ്മാരകത്തോടുകൂടി ആ യാത്ര ഇനി ഭാവി തലമുറക്ക് കൈമേറേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. രാഷ്ട്രീയമായി ഒരുപാട് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമാനയാണ് വരാൻ പോകുന്നത്, ഒരു സംശയമില്ല. പക്ഷേ ഇതിലും വലിയ വെല്ലുവിളി വെട്ടുകാരൻ്റെ തോക്ക് കണ്ടിട്ട് പതറാത്തവരാണ് നമ്മുടെ പിതാമഹന്മാർ എന്നുള്ളത് കൊണ്ട് ഇനിയും പതറാൻ സാധ്യത ഇല്ല. ഐഡിയോളജി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ, മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സമുദായ സമുദ്ധാരണവും അതുപോലെ തന്നെ ഒരു ബഹുസ്വരത, ആ ഒരു ബഹുസ്വര സമൂഹത്തിലെടുക്കേണ്ട സമീപനവുമായി നമ്മളുടെ യാത്ര തുടരും. ഞാൻ നീണ്ടു പ്രസംഗിക്കുന്നില്ല. കാരണം ഇവിടെ ഖാദർ മൊയ്തീൻ സാഹിബുണ്ട്. ഖാദർ മൊയ്തീൻ സാഹിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ യാത്രയിലെല്ലാം കണ്ട ആളാണ്. ഖാദർ മൊയ്തീൻ സാഹിബ് ഈ somebody who has seen everything. He is one who has travelled with the leadership. He is one who knows ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. He knows the history. He is leading the party even now. So he is doing the commemoration speech, Foundation Day message. He is giving that. That speech is there. So I don't want to go in detail. അതുപോലെ തന്നെ ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. എൻ്റെ സഹപ്രവർത്തകൻ മുനീർ ആ കർമ്മം നിർവഹിക്കും എന്നുള്ളത് കൊണ്ട് സൗമ്യനും ശാന്തനുമായി നമ്മളെ ഒരു ഘട്ടത്തിൽ നമുക്ക് ലീഡർഷിപ്പ് തന്ന് പാർട്ടിയെ ഒന്നുകൂടി വളർത്തിയ
ഇനിയും വളർത്താൻ ഇവിടെ തങ്ങന്മാരുണ്ട്. സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ലീഡർഷിപ്പുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടായ വലിയ പതനത്തിൽ നിന്ന് വീണ്ടും പാർട്ടിയെ ഉയർച്ചയിലേക്ക് നയിച്ച സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളെക്കുറിച്ച് ഇവിടെ ബഹുമാനായ മുനീർ പരാമർശിക്കും, സംസാരിക്കും. പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അബൂബക്കർ സാഹിബുണ്ട്. വലിയ ഒരു കാര്യം, ലക്ഷക്കണക്കിന് ഉറുപ്പിക തമിഴ്നാട്ടിൽ നിന്ന് പിരിച്ച് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനുള്ള ഫണ്ടുമായാണ് അവർ ഇന്ന് ഈ സദസ്സിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അവരിന്നത് തങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഉണ്ണിക്കുളം എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്, പുസ്തകമാണ്. ഉണ്ണിക്കുളത്തിൻ്റെ ഏത് പുസ്തകമാണ് ഇനി പുറത്ത് വരിക എന്ന് നോക്കിയിരുന്നാൽ മതി, നിമിഷ നേരം കൊണ്ട് സാധനം പുറത്ത് വരും. ആ അഭിമാനകരമായ മുഹൂർത്തവും ഇന്ന് ഉണ്ട്. അതുപോലെ നമ്മുടെ പുറത്തു നിന്നുള്ള നേതാക്കന്മാരുണ്ട്. ഇബ്രാഹിം ദസ്തഗീർ, ഖുറം അനീസ് സാഹിബ്. ഖുറം അനീസ് ഈ കാര്യങ്ങളൊക്കെ നോക്കി ഡൽഹിയിൽ എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഡൽഹി ഓഫീസ് വരുമ്പോൾ കൂടുതൽ സ്ട്രോങ് ആയി ഖുറം അനീസ് സാഹിബിൻ്റെ പ്രസൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ബഹുമാനായ MSA ഷാജഹാനുണ്ട്. അതുപോലെ നേതാക്കന്മാർ വേറെയുണ്ട്. അവരൊക്കെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് എൻ്റെ പ്രസംഗം ചുരുക്കി ഞാൻ ബഹുമാനായ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇന്നത്തെ ഇനോഗ്രേഷൻ നിർവഹിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങി അത് സ്വീകരിക്കാൻ വേണ്ടി ട്രഷറർ വഹാബ് സാഹിബുണ്ട്. അങ്ങനെ എല്ലാ നേതാക്കന്മാരും ഇവിടെ വേദിയിലുണ്ട്. അവരൊക്കെ സംസാരിക്കും. ഞാൻ ആരുടെ പേരും പരാമർശിച്ച സഹപ്രവർത്തകന്മാരായതുകൊണ്ട് പാർട്ടി ഭാരവാഹികളുടെ, MLA-മാരുടെ അവരുടെ ഒന്നും പേര് പരാമർശിക്കേണ്ട കാര്യമില്ല. PKK ബാബാസാഹിബിനെ പോലെയുള്ള മുതിർന്ന ആൾ അവരൊക്കെ ഈ വേദിയിൽ ഉണ്ട്. വലിയ സംഭാവന ചെയ്ത ആളുകൾ. പേര് പരാമർശിക്കാൻ പോയാൽ അനുചിതമാവും എന്നുള്ളത് കൊണ്ടാണ് ഈ ദിവസം പറയേണ്ടതാണ് എന്നറിയാം, എന്നാലും പറയുന്നില്ല. തങ്ങളവരുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.